നിങ്ങൾക്ക് മുട്ടുവിറയ്ക്കും. കാരണം സംഘപരിവാറിനെതിരെ ഒരു വാക്ക് പറയാൻ എന്നും മുട്ടിടിക്കുന്നവരാണ് കേരളത്തിന്റെ കോൺഗ്രസ്. മഹാത്മാഗാന്ധിയെ ഒരു ചെറുതായി ഒന്ന് വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞ ഇതേപോലെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത സംഘപരിവാർ നേതാവ്, RS നേതാവ് ഇപ്പോൾ വരുന്നത് കോൺഗ്രസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഭാവിയിൽ കോൺഗ്രസിന് വേണ്ടി വരും എന്ന് വ്യക്തമാണെന്നതുകൊണ്ട് നിങ്ങൾ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം താങ്കൾ ചോദിച്ചു. കേരളത്തിന്റെ മണ്ണിലിരുന്ന ഒരു BJP വക്താവ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവ് ഇരുന്ന് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും, ഒരു സംശയം വേണ്ടെന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ പോലീസിന് കോൺഗ്രസ്സുകാർ കൊടുക്കുന്ന പരാതിക്ക് കാക്കണോ അതിൽ കേസെടുക്കാൻ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? അതായത് ഗവൺമെന്റിന്റെ മുന്നിൽ പരാതി വരുന്നു, 1.5 മണിക്കൂറിനുള്ളിൽ കേസ് രജിസ്റ്റർ എന്തിന് പരാതി പരിശോധിക്കുന്നു, കൂട്ടുകാരുടെ വീട് പരിശോധിക്കുന്നു, അതുപോലെ തന്നെ BJP ഓഫീസ് പരിശോധിക്കുന്നു. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി സ്വീകരിക്കാൻ 1 മിനിറ്റ് ഡിലേ ഉണ്ടെങ്കിൽ താങ്കൾ അത് ചൂണ്ടിക്കാണിക്കുക. അല്ലാതെ കോൺഗ്രസ്സുകാർക്ക് പരാതി ഇല്ലെങ്കിലും എന്തുകൊണ്ട് സുവോ വോട്ടോ എടുത്തില്ല? ഒരു ഒഫൻസ് നടന്നു എന്ന നിയമപ്രകാരം നടപടിയെടുക്കുന്ന അതോറിറ്റിയുടെ മുന്നിൽ വരണ്ടേ? സാങ്കല്പികമായി ശൂന്യതയിൽ നിന്ന് പരാതി ഉണ്ടാക്കി കേസെടുക്കാൻ പറ്റുമോ? ഒരു കോൺഗ്രസ്സുകാരനും കൊടുക്കുന്നില്ല, ഒരു മനോരമയും കൊടുക്കുന്നില്ല, ഒരു മറ്റു പത്രങ്ങളും കൊടുക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ കിട്ടിയ അപ്പോഴത്തേക്കും കേസെടുക്കും. അത് വഴിയേ അറിഞ്ഞോളൂ. ഈ പച്ചക്കള്ള പൊളിച്ചരായി എനിക്കൊരു 10 സെക്കൻഡ് ഇന്നലത്തെ പരാതിക്ക് മുമ്പ് മിനിറ്റോ സെക്കൻഡോ കൊടുത്തോ? ശ്രീരാജു പെട്ടെന്ന് വേണം. ശരി, അയ്യപ്പദാസെ, അരുൺ ഇവിടെ പറയുന്നത് ഞങ്ങൾക്ക് തൃശൂർ പേരാവൂരിൽ FIR കിട്ടി മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ കേസെടുത്തു എന്ന് പറഞ്ഞത്. കോൺഗ്രസ്സുകാർക്ക് പരാതിയില്ല. അരുണേ, അയ്യപ്പദാസിന്റെ വാട്സാപ്പിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. 28-ാം തീയതി രാവിലെ 10:30 മണിക്ക് കേരളത്തിന്റെ DGPക്കും തൃശൂർ കമ്മീഷണർക്കും ഉൾപ്പെടെ ഗോകുൽദാസ് ഗുരുവായൂർ അയച്ച പരാതി 28-ാം തീയതി രാവിലെ 10:30 മണിക്ക്. നിങ്ങൾ എന്തുകൊണ്ട് കേസെടുത്തില്ല? നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമല്ലേ? 29-ാം തീയതി പരാതി വന്നുകൊണ്ടാണെന്ന് പറഞ്ഞല്ലേ പറയുന്നത്? 28-ാം തീയതി നിങ്ങൾക്ക് അയച്ച പരാതിക്ക് നിങ്ങൾ എന്തുകൊണ്ട് കേസെടുത്തില്ല? അരുൺകുമാറെ, കള്ളം പറയരുത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അല്ല, ഒറ്റ മിനിറ്റ് അയ്യപ്പദാസേ, ഈ ചർച്ച തുടങ്ങുമ്പോ 26-ാം തീയതിയോ 27-നോ 28-നോ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രോ തന്നെ അതായിരിക്കും. ഇപ്പോ കോൺഗ്രസിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധി എന്തെങ്കിലും അയച്ചു തന്നാൽ അത് വെച്ച് ആധികാരിക വാർത്ത എന്റെ മുന്നിൽ എന്റെ ഇൻട്രോ താങ്കൾ കേട്ടതല്ലേ? കോൺഗ്രസ്സുകാർ എന്തെങ്കിലും അയച്ചു തരണോ? ഇങ്ങനെയാണോ ഈ നാട്ടിൽ മാധ്യമപ്രവർത്തനം നടക്കുന്നതാണോ താങ്കൾ വിചാരിക്കുന്നത്? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.